ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുണ്ടല്ലോ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അതിന് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കാൻ തലേദിവസം തേങ്ങ ചിരണ്ടുക കേട്ടോ. എല്ലാവരും ഉണ്ട്, നമ്മളെ ഹാഷ്മി ഗ്രന്ഥശാലയുടെ എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പായസം നാളെ വിതരണമുണ്ട്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും 40 തേങ്ങയാണ് കേട്ടോ ചിരണ്ടുന്നത്. ഞാനിന്ന് റെസ്റ്റാണ്. നാളെ പായസം വെളുപ്പിനുണ്ടാക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ തേങ്ങ ചിരണ്ടിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് കേട്ടോ. നാളെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ 4.5 കിലോ അരിയും 3.5 കിലോ പയറുമാണ് കേട്ടോ. ചെറുപയർ പരിപ്പുമാണ് പായസം ഉണ്ടാക്കുന്നത്. നാളെ നമുക്ക് 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പായസം ഉണ്ടാക്കുന്നതിന് തലേദിവസം നമ്മൾ തേങ്ങ ചിരവുകയാണ്. 40 തേങ്ങയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പായസം ഉണ്ടാക്കുന്നത് നമുക്ക് വെളുപ്പിനുള്ള വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും മത്സരിച്ച് തേങ്ങ ചിരവുകയാണ് കേട്ടോ. നല്ല രസമാണ് ഇതെല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ തേങ്ങയൊക്കെ ചിരകി ഓരോന്നും സംസാരിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമാട്ടോ. മനസ്സിനും നമുക്ക് നല്ലൊരു സന്തോഷമാണ്. ഇത് കണ്ടോ, തേങ്ങ ചിരണ്ടുന്നതിൻ്റെ ഇടയിൽ ചോറ് ഊണ്. ഇത് നമ്മളെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പായസം. ഞാൻ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് അരിയും പയറും എല്ലാം അടുപ്പയിലിട്ടു. അതുകൊണ്ട് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ 40 തേങ്ങ ഞാൻ ഒറ്റയ്ക്കാട്ടോ ഇരുന്ന് പിഴിഞ്ഞെടുത്തു. പിഴിഞ്ഞതിൻ്റെ ചണ്ടിയാണ്. ഇതാണ് 2ാം പാല്. 1ാം പാല് ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അരിയും പയറൊക്കെ ഒരുവിധം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കൈ തോരാതെ ഇളക്കി കൊടുക്കണം. അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ പായസത്തിൻ്റെ ടേസ്റ്റ് അങ്ങ് പോയി കിട്ടും. നമുക്കെല്ലാവർക്കും വിതരണം ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ടില്ല, കാരണം വീഡിയോ പിടിക്കുമ്പോൾ സമയം ഒത്തിരി പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് വെളുപ്പിന് പായസം എല്ലാം വിതരണം എല്ലാം ചെയ്തു കേട്ടോ.